بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله حيثما كنتم. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. وقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا ما لكم لا ترجون لله وقارا. ആദരണീയരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, സർവശക്തനായ അല്ലാഹുവിനെ സൂക്ഷിച്ച് നല്ല ഒരു മുഅ്മിനായി, മുസ്ലിമായി, മുവഹ്ഹിദായി ജീവിക്കാൻ സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നമ്മളിൽ ഓരോരുത്തരും ശ്രമിക്കണമെന്ന്, നിതാന്ത പരിശ്രമമുണ്ടാകണമെന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിക്കാനുള്ള സൗഭാഗ്യം സർവശക്തനായ അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ റമളാൻ കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ പിന്നിടുമ്പോൾ മനുഷ്യന്റെ മനസ്സുകളൊക്കെ ചാഞ്ചല്യപ്പെടാനും വീണ്ടും തിന്മയുടെയും തെറ്റുകളുടെയും ഒരു മായാലോകത്തേക്ക് പതുക്കെ പതുക്കെ ചാഞ്ഞു പോകാനുമുള്ള സാധ്യതകൾ ഉണ്ട്, അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നത് സത്യമാണ്. പരിശുദ്ധ റമളാനിൽ ധാരാളമായി നമ്മൾ കേട്ടു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഷയമാണ്, കാര്യമാണ് ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നത്. ഞാൻ ഈ ഖുത്ബയിലൂടെ ഒരു ഇസ്തിഗ്ഫാർ ചെയ്യുന്ന മനുഷ്യനുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. സൂറത്ത് നൂഹിൽ നിന്ന് ചില വചനങ്ങളാണ് ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ചത്. മഹാനായ പ്രവാചകൻ തന്റെ അനുയായികളോട് പറയണം, ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും. ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. ഇന്നഹു കാന ഗഫാറ, അവനേറെ പുറത്തു തരുന്നവനാണ്. ഇസ്തിഗ്ഫാർ നടത്തുന്നത് വഴി കിട്ടാവുന്ന ലാഭങ്ങളിൽ, അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽ ചില കാര്യങ്ങൾ ഇവിടെ എടുത്തുദ്ധരിക്കുകയാണ്. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. ഈ ഇസ്തിഗ്ഫാർ വഴി, അള്ളാഹുവിലേക്ക് എനിക്ക് പുറത്തുകൊണ്ട റബ്ബേ എന്ന് പറയുന്നത് വഴി, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നത് വഴി നിങ്ങളുടെ മേൽ അവൻ ധാരാളമായി മഴ ചൊരിഞ്ഞു തന്നേക്കാം. വയുംദിദുകും ബി അംവാലിൻ വബനീൻ, നിങ്ങളെ പോഷിപ്പിക്കുമല്ല, നിങ്ങളെ സമൃദ്ധമാക്കുമല്ല, നിങ്ങൾക്ക് വർധനവ് തരുമല്ല. ഏതിൽ? ബി അംവാലിൻ വബനീൻ, നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും നിങ്ങളുടെ സന്താനങ്ങളെ കൊണ്ടും അല്ലാഹു നിങ്ങളെ പോഷിപ്പിക്കും.
ഒരു മുഅ്മിനായ മനുഷ്യന് നല്ല സന്താനങ്ങളെ ലഭിക്കുക, നല്ല സമ്പത്ത് കയ്യിൽ ഉണ്ടാവുക എന്നത് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ്. റബ്ബ് നമ്മെ പോഷിപ്പിക്കുന്നതാണ്. റബ്ബ് തരുന്നൊരു ഐശ്വര്യത്തിന്റെ ഭാഗം കൂടിയാണത്. അതിനെ ഉപയോഗിക്കുന്നത് വഴി നന്മയിലേക്കും തിന്മയിലേക്കും നടക്കാനുള്ള മാർഗങ്ങൾ അതിന്റെ പിന്നിലുണ്ട് എന്ന് മാത്രം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണം. വയജഅൽ ലക്കും ജന്നാത്ത് വയജഅൽ ലക്കും അൻഹാറ. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നത് വഴി സർവശക്തനായ അല്ലാഹു തആല നിങ്ങൾക്ക് തോട്ടങ്ങളും അരുവികളും നദികളും നിങ്ങൾക്ക് അല്ലാഹു തആല നൽകും. വെള്ളം നൽകുമെന്നർത്ഥം, സമൃദ്ധമായ കൃഷി നൽകുമെന്നർത്ഥം. മഴ ഉണ്ടാകുന്നത് വഴിയാണല്ലോ കൃഷി അതിന്റെ യഥാർത്ഥ വളർച്ചയിലേക്ക് കിട്ടേണ്ട വെള്ളം കിട്ടിക്കൊണ്ട് വളരുക. അത് അല്ലാഹു എടുത്തു പറയുകയാണ്. എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. മാലക്കും നിങ്ങൾക്ക് എന്തു പറ്റിപ്പോയി? സമൃദ്ധമായ പോഷകാഹാരങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ്, നിങ്ങളെ പോഷിപ്പിക്കാൻ വേണ്ട, നിങ്ങൾക്ക് വേണ്ട സമ്പത്തും സന്താനങ്ങളും തന്ന ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ്, നിങ്ങൾക്ക് തോട്ടങ്ങളും കൃഷിയിടങ്ങളും അരുവികളും ഉറവകളും ഒരുക്കി തന്ന ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ്, അല്ലാഹുവേ എനിക്ക് പുറത്തുകൊണ്ട റബ്ബേ എന്ന് പറയുന്നത് വഴി ആകാശത്തിന്റെ മേലാപ്പിൽ നിന്ന് കുത്തിച്ചൊരിയുന്ന മഴവെള്ളം നിങ്ങൾക്ക് വേണ്ടി ഇറക്കിത്തരുന്ന ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ്. എന്നിട്ടല്ല ചോദിക്കുക, മാ ലക്കും നിങ്ങൾക്ക് എന്തു പറ്റി? ലാ തർജൂന ലില്ലാഹി വഖാറ. നിങ്ങൾ അല്ലാഹുവിനെ തൊട്ട് ഒരു ഗാംഭീര്യവും പ്രതീക്ഷിക്കുന്നില്ലേ? നിങ്ങൾ അല്ലാഹുവിന് ഒരു ഗാംഭീര്യവും കണക്കാക്കുന്നില്ലേ? മാ ലക്കും, മനുഷ്യരെ നിങ്ങൾക്ക് എന്തു പറ്റിപ്പോയി? എന്നിട്ട് അല്ലാഹു തന്ന അനുഗ്രഹങ്ങളെ ചിലതെടുത്തു പറയുകയാണ്. വഖദ് ഖലഖക്കും അത്വാറ. അവൻ നിങ്ങളെ ഘട്ടങ്ങളായി സൃഷ്ടിച്ചവനാണ്. അലം തറൗ കൈഫ ഖലഖല്ലാഹ് ഖലഖല്ലാഹു സബ്അ സമാവാത്. അവൻ എങ്ങനെയാണ് 7 ആകാശങ്ങളെ അടുക്കുകളായി സംവിധാനിച്ചിട്ടുള്ളത്, ക്രമീകരിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? വജഅലൽ ഖമറ ഫീഹിന്ന നൂറ. ചന്ദ്രനിൽ പ്രകാശം നൽകുകയും വജഅല ശംസ സിറാജ. സൂര്യനെ ഒരു വിളക്കുമാടമാക്കുകയും ചെയ്തതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ഇതൊക്കെ വിശദീകരിച്ച് പറയേണ്ട ഭാഗമാണ്. ഇസ്തിഗ്ഫാറിന്റെ ഭാഗത്ത് അത് വിശദീകരിക്കാൻ എന്നാൽ ഈ വിഷയത്തിന്റെ നാം ഉദ്ദേശിച്ച റൂട്ടിലേക്ക് എത്താൻ കഴിയില്ല. വജഅലൽ ഖമറ ഫീഹിന്ന നൂറ. ചന്ദ്രൻ അല്ലാഹുവോട് പ്രയോഗിച്ചത് അതിൽ ഞാൻ പ്രകാശത്തെ നൽകിയിട്ടുണ്ട് എന്നാണ്. ഈ ചുമരിലേക്ക് ഒരു ടോർച്ചടിച്ചാൽ അവിടെയും പ്രകാശമുണ്ട്. പക്ഷെ ആ ചുമരൊരിക്കലും കത്തുന്നു എന്നാരും പറയില്ല. പ്രകാശത്തെ തട്ടി പ്രതിഫലിപ്പിക്കുകയാണ്. ആ പ്രയോഗമാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്നത്. ശാസ്ത്രലോകം ഈ ആയത്തുകളൊക്കെ അത്ഭുതത്തോടുകൂടി മാത്രമാണ് നോക്കിക്കണ്ടിട്ടുള്ളത്. ചന്ദ്രനിൽ പ്രകാശമുണ്ട്, സൂര്യനിൽ പ്രകാശമുണ്ട് എന്നല്ല അല്ലാഹു പറഞ്ഞത്. പിന്നെ വജഅല ശംസ സിറാജ. സിറാജ് എന്ന അറബി പദത്തിന്റെ അർത്ഥം അവിടെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന വിളക്കുമാടമെന്നാണ്. സൂര്യൻ സ്വയം കത്തുന്നു എന്ന് സയൻസിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, നിരക്ഷരനായ പ്രവാചകൻ, സ്വന്തം പേര് പോലും എഴുതാൻ അറിയാത്ത പ്രവാചകൻ, കത്തുപോലും മറ്റുള്ളവരുടെ സഹായത്തോടുകൂടി എഴുതി വാങ്ങുന്ന പ്രവാചകൻ, കാട്ടറബികളായി ജീവിക്കുന്ന, ഡാർക്ക് ഏജിൽ ജീവിക്കുന്ന, ഇരുണ്ട യുഗത്തിൽ ജീവിക്കുന്ന, ആടുകളെയും ഒട്ടകങ്ങളെയും ഏച്ചു നടന്ന ഒരു പുതിയ, അതേ ആ പ്രത്യേക ടീമിനോടൊരു പുതിയ സന്ദേശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുകയാണ്. അറബികളെ, ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്നില്ല. സൂര്യൻ പ്രകാശഗോപുരമാണ്, സ്വയം പ്രകാശിക്കുന്ന വിളക്കുമാടമാണ്. ഇത് പറയുന്നത് 1400 ചില്ലാൻ വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യൻ ജനവിഭാഗത്തിന്റെ മുന്നിലാണ്. എന്നിട്ട് തുടർന്ന് പറഞ്ഞു, വല്ലാഹു അംബതകും മിനൽ അർളി നബാത. നിങ്ങളെ, മനുഷ്യരെ, നിങ്ങളെ ഭൂമിയിൽ നിന്ന് നാം ഒരു മുളപ്പിച്ചിരിക്കുന്നു. ഇവിടെ മണിക്കൂറുകൾ വിശദീകരിക്കേണ്ട ഭാഗമാണ്. മനുഷ്യരെ നിങ്ങളെ ഭൂമിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്, മണ്ണിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നമ്മുടെ പിതാവായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന കളിമണ്ണിന്റെ സത്തയിൽ നിന്ന് 60 മുഴം നീളത്തിൽ 90 അടി ഹൈറ്റിൽ
ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടച്ചവൻ രൂപം കൊടുത്തിട്ട് അതിന് ജീവൻ നൽകി എന്നതാണ് കളവ് പറയാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമ്മുടെ ഉപ്പാപ്പയുടെ ആദ്യ മനുഷ്യന്റെ ആദ്യ പിതാവിന്റെ ആദ്യത്തെ പ്രവാചകന്റെ വലിപ്പം 90 അടിയായി. 60 മുഴം എന്നാണ് ഹദീസിൽ പ്രയോഗിച്ചത്. 60 മുഴം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു 12 അടി 11 അടിയൊക്കെയാണ് നമ്മളൊരു ഫ്ലോർ കണക്കാക്കുന്നതെങ്കിൽ ഏകദേശം ഒരു 8 നില 9 നില കെട്ടിടത്തിന്റെ വലിപ്പം നമ്മുടെ ആദ്യ പിതാവായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടായിരുന്നു എന്നാണ് കെട്ടിടത്തെ ഞാൻ ഉപമിച്ചു പറഞ്ഞു എന്ന് മാത്രം മനസ്സിലാകാൻ വേണ്ടി. 60 മുഴം എന്നതാണ് ഹദീസിലെ പ്രയോഗം. ഒരു മുഴമെന്ന് പറഞ്ഞാൽ മിനിമം അതിനെ കണക്കാക്കിയിട്ടുള്ളത് 1.5 അടിയാണ്. അപ്പൊ 60 മുഴമെന്ന് പറഞ്ഞാൽ 90 അടിയാണ്. ഇന്ന് ലോകത്തിൽ ഏറ്റവും വലിയ മനുഷ്യന്റെ ഹൈറ്റൊക്കെ എത്രയുണ്ട് എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. മനുഷ്യന്റെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞു വരികയും ഫിത്നകളും ഫസാദുകളും കുഴപ്പങ്ങളും അക്രമങ്ങളും തോന്നിവാസങ്ങളും വർദ്ധിക്കുമെന്നതൊക്കെ ഖിയാമത്ത് നാളിന്റെ അടയാളമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്ലസ് 1ലേക്കും പ്ലസ് 2ലേക്കും ഡിഗ്രിയിലേക്കും പോകുന്ന കുട്ടികളോട് നീ 7th-ലാണോ 8th-ലാണോ എന്ന് ചോദിക്കുമ്പോ നാണം പോലെ തോന്നി അവർ തലതാഴ്ത്തി നിൽക്കുന്ന രംഗങ്ങൾ നമ്മൾ കാണാറുണ്ട്. എന്നെ അങ്ങനെ തോന്നുന്നുള്ളൂ, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുകയാണ്, എന്നിട്ട് എന്നെ 8ാം ക്ലാസ്സിലായി തോന്നിയോ എന്ന അർത്ഥത്തിൽ കുട്ടികൾ ചിന്തിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. മനുഷ്യന്റെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. പക്ഷെ ഫിത്നകളോ മനുഷ്യന്റെ കൈകടത്തലുകൾ കൊണ്ടുണ്ടായ തോന്നിവാസങ്ങളോ മനുഷ്യന്റെ കരങ്ങൾ കൊണ്ടുണ്ടായ ഈ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അത് വലിയ വലിയ അർത്ഥത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖുർആനിൽ ഒരു പ്രയോഗം തന്നെയുണ്ട്, വഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്. കരയിലും കടലിലും പ്രശ്നമുണ്ടായത് മനുഷ്യരെ നിങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടാണ് എന്ന് അല്ലാഹു തആല പറയുന്ന പ്രയോഗം സാന്ദർഭികമായി ഞാൻ ഇവിടെ ചേർത്തു വച്ചു എന്ന് മാത്രം. ഞാൻ ഈ പറഞ്ഞ സൂറത്ത് നൂഹിലെ ഈ ആയത്ത് അവസാനിപ്പിക്കുമ്പോ അല്ലാഹു തആല പറയാൻ, നിങ്ങളെ ഭൂമിയിൽ നിന്ന് ഒരു മുളപ്പിക്കൽ മുളപ്പിച്ചിട്ടുണ്ട്. സുമ്മ യുഈദുകും ഫീഹാ വയുഖ്രിജുകും ഇഖ്റാജ. ഈ ഭൂമിയിലേക്ക് തന്നെ നിങ്ങളെ മടക്കും. ഭൂമിയിൽ നിന്നാണ് നിങ്ങൾ വന്നത്, ഈ മണ്ണിലേക്ക് നിങ്ങളെ മടക്കും. ഈ മണ്ണിൽ നിന്ന് നിങ്ങളെ വീണ്ടും കൊണ്ടുവരും. ഇത് പറഞ്ഞിട്ടാണ് അല്ലാഹു തആല അവന്റെ അനുഗ്രഹങ്ങളെ എടുത്തു പറയുന്നത്. ഇവിടെ ഞാൻ ഈ ആയത്ത് നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിക്കാനുള്ള കാരണം ഇസ്തിഗ്ഫാറിന്റെ ഫലമായി കൊണ്ടാണ്. അതിനുശേഷം വരുന്ന ചില വചനങ്ങളെ സർവശക്തനായ അല്ലാഹു തആല അതിന്റെ തുടർച്ചയെന്നോണം മഴ ലഭിക്കുന്നതും നിങ്ങൾക്ക് വേണ്ട ഉൽപാദനങ്ങളെ ഭൂമിയിൽ നിന്ന് തരുന്നതും നിങ്ങളുടെ റിസ്ക് തരുന്നതുമൊക്കെ അല്ലാഹു എണ്ണിയത് ഇസ്തിഗ്ഫാർ നടത്തുന്നവർക്ക് അതിന്റെ വർധനവുണ്ടാകുമെന്ന അർത്ഥത്തിലാണ് അല്ലാഹു തആല ആ പ്രയോഗം നടത്തിയത് എന്ന് പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ പള്ളിയിൽ വന്നവർ നമ്മളെല്ലാവരും സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അത് നമ്മുടെ ജീവിതത്തിൽ രാവിലെയും വൈകുന്നേരവും ചൊല്ലിയാൽ കിട്ടുന്ന ഗുണം സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അല്ലാഹുവേ എനിക്ക് നീ പുറത്തുകൊണ്ട് അല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നമ്മൾ പറയുന്ന ആ ഇസ്തിഗ്ഫാറിന്റെ സയ്യിദായ നേതാവായ ഇസ്തിഗ്ഫാർ ഏതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഇതറിയാത്തവർ മൊബൈലിൽ ഇന്ന് എല്ലാ സംവിധാനങ്ങളും എല്ലാവരുടെ കയ്യിലുണ്ട്. സ്മാർട്ട് ഫോണുകൾ ഇല്ലാത്തവർ നമ്മുടെ കൂട്ടത്തിലില്ല. ഒന്ന് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങളുടെ സ്ക്രീനിൽ അത് വരും. പഠിക്കാൻ എളുപ്പമുള്ള ഒരു ദുആ ആണ്. ആ ദുആ രാവിലെയും വൈകുന്നേരവും ചൊല്ലുക. പ്രവാചകൻ പറയാ, മൻ ഖാലഹാ മിനൻ നഹാരി മൂഖിനം ബിഹാ, വളരെ ഉറപ്പോടുകൂടി നല്ല വിശ്വാസത്തോടുകൂടി ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഒരാൾ പകൽ സമയത്ത് ചെയ്താൽ, പറഞ്ഞാൽ, അങ്ങനെ ഇസ്തിഗ്ഫാർ നടത്തിയാൽ, ഫമാത മിൻ യൗമിഹി ഖബ്ല അൻ യുംസിയ, അവൻ വൈകുന്നേരമാകുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ, ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽപ്പെട്ടവനാണ്. വമൻ ഖാലഹാ മിനൽ ലൈലി, രാത്രിയിൽ ഒരാൾ ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ വഹുവ മൂഖിനുൻ, ഉറപ്പോടുകൂടി, ബിഹാ എന്ന് പറഞ്ഞാൽ ആ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്റെ റബ്ബിനോടാണ് നടത്തുന്നത്. അതിന്റെ ആശയങ്ങളെ മനസ്സിലാക്കി അതിൽ പറയുന്ന സാരവത്തായ കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഹൃദയം നടുങ്ങിക്കൊണ്ട് അല്ലാഹുവിലേക്ക് സയ്യിദുൽ ഇസ്തിഗ്ഫാർ നടത്തിയാൽ, ഫമാത ഖബ്ല അൻ യുസ്ബിഹ, പ്രഭാതമാകുന്നതിന് മുമ്പ് അവൻ മരണപ്പെട്ടാൽ, ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിലാണ് എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ? ഒരു ഖുതുബയിൽ എല്ലാവരും അത് പഠിക്കുന്നത് വരെ
ആവർത്തിച്ച് പറയുക എന്നത് അപ്രായോഗികമാണ്. എന്നാലും ഞാൻ ഒരു തവണ വളരെ പതുക്കെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ പറയാം. മാർഗം എന്താണ്? ഒരു ഒട്ടുമിക്ക ആളുകൾക്കും സയ്യിദുൽ ഇസ്തിഗ്ഫാർ അറിയുമായിരിക്കാം, കാരണം അത്ര പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണത്. ഇനി അറിയാത്ത ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവരുത്. നമ്മളിന് സംവിധാനമുണ്ട്. ഒരു പേപ്പറിൽ എഴുതി വെച്ച് പോക്കറ്റിലിട്ട് നാം അത് പഠിക്കണം. രാവിലെയും വൈകുന്നേരവും സമയം കിട്ടുമ്പോഴൊക്കെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ആവർത്തിച്ചു കൊണ്ടിരിക്കണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹുമ്മ അൻത റബ്ബി, ലാ ഇലാഹ ഇല്ലാ അൻത. ഇങ്ങനെയാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ തുടങ്ങുന്നത്. അല്ലാഹുമ്മ അൻത റബ്ബി, ലാ ഇലാഹ ഇല്ലാ അൻത, ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അബൂഉ ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ. എന്നിട്ടോ പ്രിയപ്പെട്ടവരെ, ഇതിന്റെ അർത്ഥങ്ങൾ നമ്മൾ ശരിക്കും ഒന്ന് നോക്ക്. അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹുവേ നീ എന്റെ റബ്ബാണ്, നീ എന്റെ സ്രഷ്ടാവാണ്, നീ എന്റെ പരിപാലകനാണ്, നീ എന്നെ പടിപടിയായി വളർത്തിയവനാണ്, വളർത്തുന്നവനാണ്. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. എന്നിട്ടോ ഖലഖ്തനി, നീയാണ് എന്നെ സൃഷ്ടിച്ചവൻ. ഞാനോ വഅന അബ്ദുക, ഞാൻ നിന്റെ അടിമയാണ്. നീ എന്നെ സൃഷ്ടിച്ചവനാണ്, ഞാൻ നിന്റെ അടിമയാണ്. വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു, കഴിവിന്റെ പരമാവധി നീയുമായിട്ടുള്ള കരാർ, നീയുമായിട്ടുള്ള വാഗ്ദാനങ്ങൾ അത് നിർവഹിക്കാൻ ശ്രമിക്കുന്നവനാണ് ഞാൻ. അല്ലാഹുവേ, ഞാൻ നിന്നോട് ശരണം തേടുകയാണ്. അഊദു ബിക, നിന്നോട് ശരണം തേടുന്നു. മിൻ ശർരി മാ സനഅതു, ഞാൻ ചെയ്തു പോയ തിന്മയെ തൊട്ട് ഞാനിതാ നിന്നോട് അഭയം ചോദിക്കുകയാണ്. വഅബൂഉ ലക ബിനിഅമതിക അലയ്യ, അല്ലാഹുവേ നീ എന്റെ മേൽ ചെയ്തു തന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, അതെനിക്കറിയാം, അത് ഞാൻ അംഗീകരിക്കുന്നു. അല്ലാഹുവേ നീ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. വഅബൂഉ ലക ബിദംബി, റബ്ബേ നിന്നോട് ഞാൻ ചെയ്തു പോയ തെറ്റുകളെ, കുറ്റങ്ങളെ, പാപങ്ങളെ അതും എനിക്കറിയാം റബ്ബേ, അതൊക്കെ ഞാൻ അംഗീകരിക്കുകയാണ്. അതുകൊണ്ട് ഫഗ്ഫിർലി, എനിക്ക് നീ പുറത്തുകൊണ്ട അല്ലാ, ഫഗ്ഫിർലി, നീ എനിക്ക് പുറത്തുകൊണ്ട അല്ലാ. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനായി മറ്റാരുമില്ല. അല്ലാഹുവേ നീ എനിക്ക് പുറത്തുകൊണ്ട. ഇതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ നമ്മൾ എന്ത് ചെയ്യണം? അറിയാത്ത ആളുകൾ ഈ ഖുതുബയിൽ അത് ഒരുപാട് തവണ പറയാന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, അത് പ്രായോഗികമല്ല. നിങ്ങൾ എല്ലാവരുടെയും കയ്യിൽ ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഉണ്ടാവണം, എല്ലാവരുടെയും കൽബിലുണ്ട്. ഒരുപാട് ആളുകൾക്ക് അത് കാണാതെ അറിയും, അവരത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നു. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ അത് എടുത്തിട്ടാണെങ്കിലും, അത് നമ്മുടെ പോക്കറ്റിൽ അത് പേപ്പർ സൂക്ഷിച്ചിട്ടാണെങ്കിലും, മൊബൈലിൽ സൂക്ഷിച്ചിട്ടാണെങ്കിലും നാം ആ സയ്യിദുൽ ഇസ്തിഗ്ഫാർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് ചൊല്ലി ഉറപ്പോടുകൂടി ചെയ്തവനായി, അങ്ങനെ റബ്ബിലേക്ക് മടങ്ങിയവനാണെങ്കിൽ വൈകുന്നേരമാകുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. രാത്രി അത് നിർവഹിച്ചിട്ട് അവൻ കിടന്നുറങ്ങുമ്പോ പ്രഭാതമാകുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ സ്വർഗത്തിലാണ് എന്ന് കളവ് പറയാത്ത തങ്ങളായ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. മൻ ലസിമൽ ഇസ്തിഗ്ഫാർ ജഅല അല്ലാഹു ലഹു മിൻ കുല്ലി ളീഖിൻ മഖറജ വമിൻ കുല്ലി ഹമ്മിൻ ഫറജ വറസഖഹു മിൻ ഹൈഥു ലാ യഹ്തസിബ്. ഇസ്തിഗ്ഫാർ കൊണ്ട് കിട്ടുന്ന മറ്റു 3 ലാഭങ്ങളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണുകയാണ്. ജഅല അല്ലാഹു ലഹു മിൻ കുല്ലി ളീഖിൻ, ഒരു മനുഷ്യന് അല്ലാഹു പ്രിയപ്പെട്ടവരെ റബ്ബ് പരീക്ഷണമായി കൊടുക്കുന്ന എല്ലാ പരീക്ഷണമായ ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്ലാഹു തആല അവന് മഖ്റജ് കൊടുക്കുകയാണ്. പരീക്ഷിക്കുന്നത് റബ്ബാണ്, പക്ഷേ പല കാരണങ്ങളും നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതാണ്. എങ്കിൽ മനുഷ്യന് സംഭവിക്കുന്ന ലീഖ്, കുടിസത, ബുദ്ധിമുട്ട്, ഞെരുക്കം, അല്ലാഹു തആല ഞെരുക്കത്തിൽ നിന്നും മഖ്റജ അവന് എക്സിറ്റ് കൊടുക്കും. 1 വമിൻ കുല്ലി ഹമ്മിൻ ഫറജ, എല്ലാ ക്ലേശത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ഫറജ വിടവ് നൽകും. ആ ദുഃഖത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ, ഒന്ന് ആശ്വസിക്കാൻ, ഒന്ന് സമാധാനിക്കാൻ സർവശക്തനായ റബ്ബ് ഇസ്തിഗ്ഫാറിലൂടെ അവസരം നൽകും. വറസഖഹു മിൻ ഹൈഥു ലാ യഹ്തസിബ്, പ്രതീക്ഷിക്കാത്ത വിധത്തിൽ
നിങ്ങൾ അറിയാത്ത വിധത്തിൽ നിങ്ങൾക്ക് ഉപജീവന മാർഗം അള്ളാഹു നൽകും. എങ്ങനെയാണ് എന്റെ മക്കൾക്ക് നാളെ ഭക്ഷണം കൊടുക്കുക എന്നാലോചിക്കുമ്പോ, എന്റെ മക്കൾ അവരെ കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ നിങ്ങളിലേക്ക് ഉപജീവന മാർഗങ്ങളെ സർവശക്തനായ റബ്ബ് എത്തിക്കുമെന്ന് പറയുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഇസ്തിഗ്ഫാറിനെ നമ്മൾ വർദ്ധിപ്പിക്കുക. ഒരിക്കൽ പ്രവാചകൻ പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ. ഇതൊക്കെ പറയാൻ വളരെ എളുപ്പല്ലേ? അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാ. പിന്നെ എന്താ ചേർക്കുന്നത്? അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. ഇതൊക്കെ നമുക്കറിയുന്ന പദാ. ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ പകർത്തിയാൽ പ്രവാചകൻ പറയാ, ഗുഫിറത് ദുനൂബഹു, അവന്റെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുകയാണ്. അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്. അപ്പൊ പാപങ്ങൾ അല്ലാഹു ഇങ്ങനെ മായ്ച്ചു കളയാൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തെറ്റു ചെയ്തിട്ടില്ല. നമ്മളൊക്കെ സാധാരണ മനുഷ്യന്മാരാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനല്ല, മനുഷ്യനാണ്. നമ്മൾ എപ്പോഴും പറയലുണ്ട്, മലക്കാണോ എന്നോട് കുട്ടിയോട് ചോദിച്ചാൽ അല്ല. ജിന്നാണോ? ഒരിക്കലും അല്ല. എന്നാൽ അല്ലാഹുവിന്റെ റസൂല് സാധാരണ ഒരു മനുഷ്യനാണോ? ഒരിക്കലും അല്ല. നമ്മളെപ്പോലൊരു സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയാൻ പാടില്ല. റസൂലുള്ള മനുഷ്യനാണ്, മലക്കല്ല, ജിന്നല്ല. ചിരിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്, ദേഹം മുറിഞ്ഞിട്ടുണ്ട്, കുട്ടികൾ എറിഞ്ഞപ്പോ മുറിവേറ്റിട്ടുണ്ട്, കെതച്ചോടി വിയർത്ത് കുളിച്ച് തായിഫിന്റെ മലയുടെ ചെരുവിൽ ഇരുന്നിട്ടുണ്ട്. അല്ലെ, അല്ലാഹ് ഈ മലയിടുക്കുകൾ തമ്മിൽ അടുപ്പിച്ച് ആ തായിഫിന്റെ മനുഷ്യരെ ഇല്ലായ്മ ചെയ്യാൻ അള്ളാഹുവിന്റെ ഓർഡർ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ കെതച്ചിരിക്കുന്ന പ്രവാചകൻ, അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി ഇന്നഹും ലാ യഅലമൂൻ, വേണ്ട റബ്ബേ, വിവരമില്ലാത്ത സമൂഹമാണ്, പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്ത് ചുറ്റും നിന്നിട്ടും കാവൽ നിന്നിട്ടും അമ്പ് തുളച്ചു കയറി പ്രവാചകന്റെ പല്ലിനുകൊണ്ട് പല്ല് പൊട്ടിപ്പോയിട്ടുണ്ട്. പ്രവാചകന്റെ ഷോൾഡറിലും കൈകാലുകളിലുമൊക്കെ മുറിവേറ്റിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പത്നി ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ ആളുകൾ അപവാദം പറഞ്ഞുണ്ടാക്കിയപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹു അറിയിപ്പ് തരുന്നത് വരെ എനിക്കതിന്റെ സത്യമറിയില്ല, റബ്ബ് എന്തെങ്കിലും ഒരു മാർഗം കാണുമെന്ന നിലയ്ക്ക് തന്റെ ഭാര്യയാകുന്ന ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ആയിഷ ബീവിയുടെ ഉപ്പാന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. ഇല്ലേ, ഇറച്ചിയിൽ വിഷം കലർത്തി കൊടുത്തപ്പോ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വായിലിട്ട് ചവച്ചിട്ടുണ്ട്. കൂടെയുള്ള സ്വഹാബി വയറ്റിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ആ സ്വഹാബി പിടഞ്ഞു മരിച്ചുപോയി. അള്ളാഹുവിന്റെ പ്രവാചകനോട് അള്ളാഹു തആല അറിയിപ്പ് കൊടുത്തു തുപ്പിക്കളയണമെന്ന്. ഈ നിലക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഈ തപ്പന ഓല കൊണ്ട് മറച്ചുണ്ടാക്കിയ വീടിനപ്പുറത്ത് വന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോ വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി മൻ അൻത്, ആരാണ് നിങ്ങൾ, എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നത് ഇസ്ലാമിന്റെ പ്രമാണങ്ങളിലുണ്ട്. ഈ വന്ന് നിൽക്കുന്ന ആളാരാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ അറിയില്ല. നിങ്ങൾ എവിടെ നിന്നാണ്, ഏത് ഗോത്രക്കാരനാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ അറിയില്ല. എന്നാൽ ചിലത് അള്ളാഹു അറിയിച്ചു കൊടുക്കും. ആ സമയത്ത് റബ്ബ് അറിയിച്ചു കൊടുത്താൽ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയും. ഉഹദിന്റെ യുദ്ധത്തിൽ മുത്തുനബിയുടെ കൂടെ നിൽക്കുന്ന സഹാബത്ത് ബദറിൽ അവർ തോറ്റു, പരാജയപ്പെട്ടു. കുറെ വമ്പന്മാരുമായ അവരുടെ തലവന്മാരായ ആളുകൾ ശത്രുക്കൾ മരിച്ചു വീണപ്പോ അവർ തീരുമാനമെടുത്തു, ഇതിന് പകരം ഉഹുദുണ്ടാക്കണം. അങ്ങനെ ഉഹുദുണ്ടായത് ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല, ഒറ്റ വാക്ക് പറയാനാ. അവർ തീരുമാനിച്ചു, ബദറിൽ നമുക്ക് സംഭവിച്ചതുപോലെ 1000-ഓളം ആളുകൾ നമ്മൾ ഉണ്ടായിട്ട് 300 ചില്ലാൻ ആളുകൾ മാത്രം അവരുണ്ടായിട്ടും നമ്മെ അവർ കശക്കിയെറിഞ്ഞു. നമ്മുടെ നേതാക്കന്മാരെ അവർ അരിഞ്ഞു വീഴ്ത്തി. ഉഹദിൽ നമുക്കതുപോലെ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ഉറക്കെ വിളിച്ചു പറയണം, എല്ലാവരും കൂടി ഉറക്കെ വിളിച്ചു പറയണം. യുദ്ധത്തിന്റെ ഗതിവിഗതികൾ നമുക്കെതിരാകുമെന്ന് കണ്ടാൽ നമ്മൾ ഉറക്കെ വിളിച്ചു പറയണം. എന്താ പറയേണ്ടത്? ഒരേ സ്വരത്തിൽ നമ്മൾ പറയുന്നു, ഖുതില മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അവർ പറയില്ല, നമ്മൾ നബിയുടെ പേര് പറഞ്ഞപ്പോ നമ്മൾ കൂടെ പറയാ ഖുതില മുഹമ്മദ്. എന്നതിന്റെ അർത്ഥം എന്താ? നിങ്ങളുടെ നേതാവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതാ മരിച്ചു വീണിരിക്കുന്നു. ഇത് പറയണമെന്നാണ് പോലെ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അതിന്റെ ട്രെയിനിങ് ക്ലാസ്സിൽ അവർക്ക് കൃത്യമായ പാഠം കൊടുത്ത് ബദറിൽ സംഭവിച്ചതുപോലെ തന്നെ മലയുടെ മുകളിൽ 50 പേരെ നിർത്തി ശരിക്കും ഒരിക്കലും അവർക്ക് അതിലൂടെ കയറി വരാൻ പറ്റുന്ന പഴുത് അവിടെയാണ്. അവിടെ പൂർണ്ണമായി അടച്ച് ഒരിക്കലും അവർക്ക് കയറി വരാൻ കഴിയാത്ത വിധത്തിൽ
50 പടയാളികൾ സർവ സന്നാഹങ്ങളുമായി അവിടെ നിന്ന് അവരുടെ യുദ്ധത്തിന്റെ ഗതിവിഗതികൾ മാറി അവർ തിരിഞ്ഞോടാൻ തുടങ്ങി. അപ്പൊ അവർ വിളിച്ചു പറഞ്ഞു ഉറക്കെ. എന്താ പറഞ്ഞു? ഖുതില മുഹമ്മദ്, ഇതാ നിങ്ങളുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു വീണിരിക്കുന്നു. സഹാബത്ത് വാളങ്ങ് താഴ്ത്തി. സഹാബത്ത് വാള് താഴ്ത്തി. ചരിത്രം വായിച്ചോക്ക്. സഹാബത്ത് പരസ്പരം പറയാൻ തുടങ്ങി, ഇനി എന്തിനാ യുദ്ധം? ഇനിയിപ്പോ നമ്മൾ മരിച്ചാൽ എന്താ? ഇനി നമ്മൾ തോറ്റാൽ എന്താ? ജയിച്ചാൽ എന്താ? അല്ലാഹുവിന്റെ റസൂല് മരിച്ചില്ലേ എന്ന് സഹാബത്ത് കുറുകുറു വർത്തമാനം പറയാൻ തുടങ്ങി. അപ്പോ പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ ഒരു പ്രദേശത്ത് നിന്ന് ഇന്നത്തെ യുദ്ധങ്ങളെ പോലെ 4000 കിലോമീറ്ററോ 3000 കിലോമീറ്ററോ 2000 കിലോമീറ്ററോ 500 കിലോമീറ്ററോ അപ്പുറത്തേക്ക് എത്തിപ്പെടുന്ന ഏതെങ്കിലും മിസൈലുകളല്ല, നേർക്കുനേരെയുള്ള യുദ്ധമാണ്. ഒരു ചെറിയ ഇട്ടാവട്ടത്തിലുള്ള സ്ഥലത്ത് നിന്ന് നേർക്കുനേരെ ഫേസ് ടു ഫേസ് നിന്ന് മുഖാമുഖം നിന്ന് നടത്തുന്ന യുദ്ധം. ആ യുദ്ധത്തിൽ പൊടിപാറുന്നുണ്ട്. ആ കൂട്ടത്തിൽ അവർ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ നേതാവ് അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ ഞങ്ങളുടെ വെട്ടേറ്റ് മരിച്ചു വീണിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ സഹാബത്ത് വാളുതാഴ്ത്തി. അവർ സ്റ്റെപ്പുകൾ പിറകോട്ട് വെച്ചു. പക്ഷെ പെട്ടെന്ന് ക്ലിയറാക്കാൻ പറ്റി. പക്ഷെ ആ വിളിച്ചു പറയൽ കേട്ടപ്പോ അവർക്ക് മനസ്സിലായോ? എന്നാ സഹാബത്ത് ഉറക്കെ പറയണ്ടേ? കളവ് പറയാട്ടോ? നമ്മളെ ചതിക്കാനും നമ്മുടെ ഈ ഊർജ്ജസ്വലത നഷ്ടപ്പെടുത്താനും കരുത്ത് തകർക്കാനും വേണ്ടി ഇവർ നടത്തുന്ന കുതന്ത്രമാണ് എന്ന് പറയാൻ സഹാബത്തിന് കഴിഞ്ഞോ? എന്നിട്ടാണ് ആളുകൾ ഇങ്ങനെ, ഞാൻ സാന്ദർഭികമായിട്ട് പറയാ, എന്നിട്ട് ആളുകൾ ഇങ്ങനെ തേടിപ്പോകുന്നത് പലതും. ഈ മറഞ്ഞ കാര്യം ഓൽക്കറിയും അവർക്കറിയും ഇവർക്കറിയും എന്ന് പറഞ്ഞിട്ട് ചിന്തിക്കണം. നമ്മൾ സാന്ദർഭികമായിട്ട് പറഞ്ഞതാ. പ്രിയപ്പെട്ടവരെ, നിൽക്കട്ടെ. ഏതായാലും ഈ ചരിത്രത്തിലേക്ക് അത് ചേർത്തി വെച്ചു എന്ന് മാത്രം. അതിനെ സാന്ദർഭികമായി മനസ്സിലാക്കാൻ നിങ്ങളുടെ ആ ബുദ്ധിശക്തിയും അതുപോലെ തന്നെ സാന്ദർഭികമായ കാര്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള ആ കഴിവ് നിങ്ങൾ ഈ സമയത്ത് ഈ പറഞ്ഞ വാചകങ്ങളിലേക്ക് ഉൾപ്പെടുത്തണമെന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇനി ഇസ്തിഗ്ഫാർ നടത്തിയാൽ കിട്ടാവുന്ന ഗുണങ്ങളെ പണ്ഡിതന്മാർ ആയത്തിനെയും ഹദീസിനെയും വിശദീകരിച്ച് 1, 2, 3 എന്നിങ്ങനെ എണ്ണുന്നുണ്ട്. അതിനെ ഓരോ ഖുത്ബകളാക്കി ഓരോ അതിന്റെ ലാഭങ്ങളെയും അതിന്റെ ഫളിലിനെയും ശ്രേഷ്ഠതയെയും പറയാം. പക്ഷേ അത് സ്വാഭാവികമായും സാധ്യമല്ല എന്ന നിലക്ക് ഞാൻ ആ ഹെഡിംഗ് മാത്രം, പണ്ഡിതന്മാർ പറഞ്ഞ ഹെഡിങ്ങുകൾ മാത്രം വായിച്ചു പോവുകയാണ്. 1, അൽ ഇസ്തിഗ്ഫാർ യജ്ലിബുൽ ഗൈസൽ മിദ്റാറ ലിൽ മുസ്തഗ്ഫിരീൻ. പാപമോചനം അല്ലെങ്കിൽ ഇസ്തിഗ്ഫാർ, പൊറുക്കലിനെ തേടിക്കൊണ്ട് ഇസ്തിഗ്ഫാർ നടത്തുന്ന ആളുകൾക്ക് അൽ ഇസ്തിഗ്ഫാർ, അവർ നടത്തുന്ന ആ പൊറുക്കലിനെ തേടുന്ന ഇസ്തിഗ്ഫാർ എന്നത് യജ്ലിബുൽ ഗൈസൽ മിദ്റാർ, ധാരാളമായിട്ടുള്ള മഴ അവർക്കത് കൊണ്ടുവന്നു കൊടുക്കും. യജ്ലിബു എന്ന പ്രയോഗം ശരിക്കും വലിച്ചുകൊണ്ടിരാനാണ്. അപ്പൊ ഇസ്തിഗ്ഫാർ നടത്തുന്നത് വഴി ഈ ശക്തമായ മഴയെ അവർക്കെത്തിക്കും. ഈ ഇസ്തിഗ്ഫാർ വഴി വയജഅൽ ലഹും ജന്നാത്ത്, അവരിലേക്ക് തോട്ടങ്ങളെ അല്ലാഹു തആല അത് മുഖേന നൽകും. വയജഅൽ ലഹും അൻഹാറ, അല്ലാഹു അവരിലേക്ക് അരുവികളെ ഉറവുകളെ അല്ലാഹു തആല നൽകും. ഇത് നേരത്തെ ഞാൻ പറഞ്ഞ ആയത്തിലും വന്നതാണ്. 2, അൽ ഇസ്തിഗ്ഫാർ യകൂനു സബബൻ ഫീ ഇൻആമില്ലാഹി അസ്സ വജല്ല അൽ മുസ്തഗ്ഫിരീന ബിർറിസ്ഖി മിനൽ അംവാലി വൽ ബനീൻ. ആയത്തിന്റെ ലാസ്റ്റ് ഭാഗത്തെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറയാ, അൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാർ എന്നത് യകൂനു സബബ, ഒരു കാരണമായി മാറുന്നു. ഫീ ഇൻആമില്ലാഹ്, അല്ലാഹുവിന്റെ നിഅമത്ത് കിട്ടാൻ, നിഅമത്തിലെത്താൻ ഒരു കാരണമായി ഇസ്തിഗ്ഫാർ മാറുന്നു. എങ്ങനെ? അലൽ മുസ്തഗ്ഫിരീന ബിർറിസ്ഖി മിനൽ അംവാലി വൽ ബനീൻ, മക്കളെ തൊട്ടും സമ്പത്തിനെ കൊണ്ടും ഇസ്തിഗ്ഫാർ നടത്തുന്നവരുടെ മേൽ, ഇസ്തിഗ്ഫാർ ചെയ്യുന്നവർക്ക് വേണ്ടി അല്ലാഹു തആല ആ അർത്ഥത്തിൽ അനുഗ്രഹം നൽകുകയാണ്. 3, തസ്ഹീലു ത്വാആതി വകസറത്തു ദുആഇ വതൈസീറു റിസ്ഖ്. 3ാമത്തെ ഗുണമായി പണ്ഡിതന്മാർ എണ്ണുകയാണ്, സഹലാക്കുകയാണ്. അള്ളാഹുവിനെ അനുസരിക്കുക എന്ന ആ അനുസരണം ജീവിതത്തിൽ കിട്ടാനുള്ള ഒരു എളുപ്പം. ഞാൻ വിനീതനാണ്, ഞാൻ തെറ്റു ചെയ്തവനാണ്, ഞാൻ കുറ്റം ചെയ്തവനാണ്. എന്റെ റബ്ബായ റബ്ബിന്റെ മുന്നിൽ ഈ ആകാശമേലാപ്പിലായ
എന്റെ പരമകാരുണ്യവാനായ റബ്ബിന്റെ മുമ്പിൽ ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം എടുത്തു പറഞ്ഞ് പശ്ചാത്താപവും ഇസ്തിഗ്ഫാറും ഒക്കെ നടത്തുമ്പോ എനിക്ക് റബ്ബിനെ അനുസരിക്കാനും ഇബാദത്ത് ചെയ്യാനുമുള്ള എളുപ്പം എന്റെ ജീവിതത്തിൽ കിട്ടും. ധാരാളമായി പ്രാർത്ഥന നടത്താൻ അവസരമുണ്ടാകും. അവന്റെ ഉപജീവനം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. ഇതാണ് മൂന്നാമത്തെ കാര്യം. 4 സവാലുൽ വഹ്ശത്തില്ലതി ബൈനൽ ഇൻസാനി വബൈനല്ലാഹ്. അല്ലാഹും മനുഷ്യനും തമ്മിലുള്ള ഇടയിലുള്ള ആ വഹ്ശത്ത്, ഒറ്റപ്പെടൽ. മനുഷ്യര് എനിക്കാരുമില്ല, എനിക്ക് പറയാൻ ആരുമില്ല, എന്റെ കാര്യം പരിഗണിക്കാൻ ആരുമില്ല, എന്റെ കാര്യം പരിഹരിക്കാൻ ആരുമില്ല എന്നൊക്കെ മനുഷ്യരുടെ വാക്കുകളിൽ നമ്മൾ കേൾക്കാറില്ലേ? പ്രിയപ്പെട്ടവരെ, ലോകരക്ഷിതാവായ റബ്ബിന്റെ മുമ്പിലേക്ക് ഇസ്തിഗ്ഫാർ നടത്ത്. നിന്റെ പണം അവിടെ പ്രശ്നമല്ല, നിന്റെ ഹൈറ്റ് കുറവ് പ്രശ്നമല്ല, നിന്റെ ഹൈറ്റ് കൂടുതൽ പ്രശ്നമല്ല, നിന്റെ സൗന്ദര്യം പ്രശ്നമല്ല, നിന്റെ ഭാഷ പ്രശ്നമല്ല, നിന്റെ സംസാരം പ്രശ്നമല്ല. ഇതാണ് ഇസ്തിഗ്ഫാറിലൂടെ കിട്ടുന്ന മറ്റൊരു ഗുണം. സവാലുൽ വഹ്ശ, ഒറ്റപ്പെടൽ അവസാനിക്കുകയാണ്, നീങ്ങിപ്പോവുകയാണ്. അല്ലതി ബൈനൽ ഇൻസാനി വബൈനല്ലാഹ്, അല്ലാഹും മനുഷ്യനും തമ്മിലിടയിലുള്ള ഒരു ബന്ധം സുദൃഢമാകുന്നത് വഴി ഞാൻ പള്ളിയിൽ നേരത്തെ വന്നിരുന്ന് എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീറുകൾ പൊടിച്ചുകൊണ്ട് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ മുമ്പിലേക്ക് ഞാനിങ്ങനെ ഇസ്തിഗ്ഫാർ നടത്തുമ്പോ എനിക്കാരുമില്ല എന്ന ചിന്ത എന്റെ മനസ്സിൽ നിന്ന് നീങ്ങി എന്റെ രക്ഷിതാവുണ്ട് എന്റെ കൂടെ. ചരിത്രങ്ങളേറെയുണ്ട്. അവിടേക്ക് ഞാൻ പോകുന്നില്ല. ഈ ഒരു ചിന്ത മനുഷ്യനുണ്ടാകും. അതാണ് 4ാമത്തെ ഗുണം. ആ ഒറ്റപ്പെടൽ അവസാനിക്കും. 5 വൽ മുസ്തഗ്ഫിറു തസ്ഗുറു അദ്ദുനിയ ഫീ ഖൽബിഹി. അവന്റെ കൽബിൽ, ഇസ്തിഗ്ഫാർ നടത്തുന്ന ഒരു മനുഷ്യന്റെ കൽബിൽ ദുനിയാവ് അല്ലാഹു ചെറുതാക്കി കൊടുക്കും. ലൗകികമായ ജീവിതത്തെ, ദുന്യവിയായ ജീവിതത്തെ സർവശക്തനായ അല്ലാഹു തആല ഇസ്തിഗ്ഫാറിലൂടെ മനുഷ്യന്റെ മുന്നിൽ ചെറുതാകും. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ചെറുതല്ലേ, ഇപ്പൊ അവസാനിക്കാനുള്ളതല്ലേ, നൈമിഷികമല്ലേ, നശ്വരമല്ലേ എന്ന ചിന്തയും ആലോചനയും അവനെ, പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിനോടുള്ള ആർത്തിയും ഈ ദുനിയാവിനോടുള്ള അടങ്ങാത്ത മോഹവും ആഗ്രഹവുമൊക്കെ അവനിൽ നിന്ന് പിടിതെറിഞ്ഞ് ദുനിയാവ് ചെറുതാണെന്ന ബോധം അവന്റെ കൽബിൽ രൂപപ്പെടും. അൽ മുസ്തഗ്ഫിറു തസ്ഗുറു അദ്ദുനിയ ഫീ ഖൽബിഹി. 6ാമത്തെ കാര്യം, ഇബ്തിആദു ശയാതീനിൽ ഇൻസി വൽ ജിന്നി അൻഹു. മനുഷ്യകൂട്ടത്തിൽപ്പെട്ട പിശാചും ജിന്നുവർഗത്തിൽപ്പെട്ട പിശാചും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നത് വഴി അവനിൽ നിന്ന് ദൂരെയാകും, അകന്നു പോകും. പിന്നെ എങ്ങനെ ശൈത്താനെ നിൽക്കാൻ പറ്റുക? ശൈത്താൻ ബാങ്ക് കേട്ടാൽ അകലും, ഖുർആൻ ഓതുന്നവരിൽ നിന്ന് അകലും. എപ്പോഴും അസ്തഗ്ഫിറുല്ലാ, പടച്ചോനെ പുറത്തുണ്ടല്ല. അങ്ങാടി കൂടി പോകുമ്പോ എന്തോ കാണാൻ പറ്റാത്തൊരു കാഴ്ച കണ്ടു, ഉടനെ മുഖം തിരിച്ച് അസ്തഗ്ഫിറുല്ലാ, പടച്ചോനെ പുറത്തുണ്ടല്ല. പിന്നെ എങ്ങനെ ശൈത്താനവന്റെ കൂടെ നിൽക്കുക? ഇബ്തിആദു ശയാതീനിൽ ഇൻസി വൽ ജിന്നി അൻഹു. അവനിൽ നിന്ന് മനുഷ്യകൂട്ടത്തിലെ പിശാചുക്കളും ജിന്നുവർഗത്തിൽപ്പെട്ട പിശാചുക്കളും അകന്നു പോകും. മനുഷ്യകൂട്ടത്തിലെ പിശാചുക്കൾ അവൻ എങ്ങനെ തിന്മയിലേക്ക് വിളിക്കുക? ഓൻ കറക്റ്റ് നിസ്കരിക്കണേ, എന്നിട്ട് അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നു. എന്നിട്ട് അവനോട് സംസാരിക്കുന്നിടയിൽ എന്തെങ്കിലും ഒരു അധികപ്പറ്റൊരു അക്ഷരം വന്ന അപ്പ പറയും അസ്തഗ്ഫിറുല്ലാ, അള്ളാഹു പുറത്തേരട്ടെ എന്ന് പറയുന്ന ഒരാളോട് പോയി കള്ളുടിക്കാന്ന് ചോദിക്കാൻ പറ്റുമോ? നമ്മ ചിട്ടളിക്കാൻ പോകാൻ പറ്റുമോ? എന്നാ നമുക്ക് വൃത്തികേട് കാണാൻ പോവാന്ന് പറയാൻ തോന്നുമോ? അപ്പൊ മനുഷ്യ പിശാചുക്കളും ജിന്നുവർഗത്തിൽപ്പെട്ട പിശാചുക്കളും അവനിൽ നിന്ന് അകന്നു പോകും. 7ാമത്തെ കാര്യം, യജിദു ഹലാവത്തൽ ഈമാനി വത്വാഅ. അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന, റബ്ബിന് ആരാധനാകർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്ന അതിന്റെ ഒരു ഹലാവത്ത്, ഒരു മാധുര്യം അവൻ അനുഭവിക്കാൻ പറ്റും. നിസ്കരിക്കുമ്പോൾ ഒരു മാധുര്യമുണ്ട്. അത് നന്നായിട്ട് ഇസ്തിഗ്ഫാറൊക്കെ നടത്തി മനസ്സൊക്കെ നല്ല ശുദ്ധായ ആളുകൾക്ക് ആ മാധുര്യം കിട്ടുള്ളൂ. ഇതെങ്ങനെ നിസ്കരിക്കും? മറ്റങ്ങനെ നോമ്പ് നോൽക്കും, ഒരു മാധുര്യം കിട്ടില്ല. അതൊരാസ്വദിച്ച് ചെയ്യണം. നിസ്കരിക്കാനായി അൽഹംദുലില്ലാ, വേഗം ഒതുവെടുത്ത് നല്ല വിശാലമായ മനസ്സോടുകൂടി തൃപ്തിയോടുകൂടി വേഗം സുന്നത്ത് നമസ്കരിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ നിസ്കരിച്ച്, അതേ ഇഖാമത്തിന് വേണ്ടി കാത്തിരുന്ന് ഉടനെ ഇഖാമത്ത് കൊടുക്കുമ്പോഴേക്ക് 1ാമത്തെ സുഫിൽ വലതുഭാഗത്ത് അവസരം കിട്ടുമെങ്കിൽ അത് കിട്ടി. അങ്ങനെ ഒരു തൃപ്തിയോടുകൂടി അതൊക്കെ ഒരു ഈമാൻ, അത് ഒരു വിശ്വാസം ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കയറി അതിനൊരു മാധുര്യമുണ്ട്, അത് കിട്ടും. അതാണ് എത്രാമത്തെ കാര്യം? 8ാമത്തെ കാര്യം. 7ാമത്തെ കാര്യം, യജിദു ഹലാവത്തൽ ഈമാനി വത്വാഅ. ഈമാനിന്റെ മാധുര്യവും
വിശ്വാസത്തിന്റെ മാധുര്യവും റബ്ബിനെ അനുസരിച്ചുകൊണ്ട് അവന് നടത്തുന്ന ഇബാദത്തിന്റെ മാധുര്യവും അവൻ കണ്ടെത്താൻ പറ്റും. എട്ടാമത്തെ കാര്യം ഹുസൂലി മഹബ്ബത്തില്ലാഹി ലഹു, അല്ലാഹു അവന് ഒരു പ്രത്യേക സ്നേഹവും ഇഷ്ടവും കൊടുക്കും, അത് നേടിയെടുക്കാൻ പറ്റും. ഇസ്തിഗ്ഫാർ ചെയ്യുന്നവർ അല്ലാഹുക്ക് വലിയ ഇഷ്ടാ. ഇപ്പൊ കരുന്നച്ചി എന്നൊരു ഗ്രാമം, മനസ്സിലാവാൻ വേണ്ടി പറയാട്ടോ, ഇത് വലിയൊരു സ്ഥലമായതുകൊണ്ടല്ല. കരുന്നച്ചി എന്നൊരു ഗ്രാമം, ഈ ഗ്രാമത്തിൽ 1000 പേരുണ്ടെന്ന് വിചാരിച്ചോളൂ. 1000 പേരും ഒരു ചെറിയ തെറ്റ് പോലും ചെയ്യാത്തവരായി മാറിയാൽ അള്ളാഹു ഈ ഗ്രാമത്തെ നശിപ്പിച്ച് വേറെ പുതിയ ആളുകളെ കൊണ്ടുവരും. എങ്ങനെ? കരുന്നച്ചി എന്ന ഗ്രാമത്തിൽ 1000 പേരുണ്ട്, അല്ലെങ്കിൽ 2000 പേരുണ്ട്. 2000 പേരും ഒരു ചെറിയ തെറ്റ് പോലും ചെയ്യാത്തവരായിട്ടാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നതെങ്കിൽ ഇവരെ ഇവിടുന്ന് നീക്കം ചെയ്ത് ചെറിയ തെറ്റൊക്കെ ചെയ്ത് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുന്ന, റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ നടത്തുന്ന, അള്ളാഹുവെ പുറത്തു തരണേ എന്ന് പറയുന്ന ഒരു പുതിയ ടീമിനെ കൊണ്ടുവരുമെന്നാണ് അള്ളാഹു തആല മുത്തുനബിയിലൂടെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ മനുഷ്യനത് അസാധ്യമാണ്. ഒരു ചെറിയ തെറ്റൊന്നും ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുക എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ്. സാധ്യമല്ല. നമ്മളാരും മലക്കല്ല, നമ്മളാരും മഅസൂമിങ്ങളുമല്ല. പ്രവാചകന്മാർ മഅസൂമിങ്ങളാ, നമ്മളൊക്കെ സാധാരണ മനുഷ്യരാ. അപ്പൊ തെറ്റ് സംഭവിക്കുക എന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. പക്ഷെ എന്തു വേണം? ഇസ്തിഗ്ഫാർ നടത്തുന്നത് വഴി ആ അടിമയെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് അള്ളാഹു തആല തെരഞ്ഞെടുക്കുകയാണ്. ഹുസൂലു മഹബ്ബത്തില്ലാഹി ലഹു, അള്ളാഹുവിന്റെ മഹബ്ബത്ത് അവന് നേടിയെടുക്കാൻ പറ്റും. 9ാമത്തെ കാര്യം അസ്സിയാദത്തു ഫിൽ ആഖിലി വൽ ഈമാൻ. ഇതൊക്കെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ പറയുന്നത്. അസ്സിയാദത്തു ഫിൽ ആഖിലി വൽ ഈമാൻ, ബുദ്ധിയിലും വിശ്വാസത്തിലും വർധനവ് ഉണ്ടാകും. ഇസ്തിഗ്ഫാർ നന്നായി ചെയ്യുന്ന ഒരാളുടെ ബുദ്ധിയും ഈമാനുമൊക്കെ വർദ്ധിക്കും. 10ാമത്തെ കാര്യം തൈസീറു റിസ്ഖി വദഹാബുൽ ഹമ്മി വൽ ഗമ്മി വൽ ഹുസ്നി, ദുഃഖവും ക്ലേശവും പ്രയാസവും അല്ലാഹു തആല നീക്കം ചെയ്യും. തൈസീറു റിസ്ഖ്, നേരത്തെ ആയത്തിൽ പറഞ്ഞു, റിസ്ഖിനെ അല്ലാഹു എളുപ്പാക്കി കൊടുക്കും. അപ്പൊ കുടുംബ ബന്ധം ചേർത്തിയാൽ അല്ലാഹ് ദീർഘായുസ് കൊടുക്കുന്ന. ഒരു കുടുംബത്തിൽ 5 ആളുണ്ട്. ജ്യേഷ്ഠൻ കിടപ്പിലായി, 5 കിടപ്പിലായി. അവർക്ക് ഒരു ഉപജീവന മാർഗത്തിന് ഇനി വഴിയില്ല എന്ന് വിചാരിച്ചോളി. നമ്മളവരെ വഴിയുണ്ടാക്കി കൊടുക്കുക വേണ്ടത്. നമ്മൾ സഹായിച്ച് എന്നും ആ സഹായത്തിൽ ജീവിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയല്ല വേണ്ടത്. പിന്നെ അവർക്കൊരു വഴി ഉണ്ടാക്കി കൊടുക്കുക, അവരെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ജോലി ചെയ്യിപ്പിക്കുക, എന്നിട്ട് അഭിമാനത്തോടു കൂടി ജീവിക്കുക. നമ്മുടെ അയൽവാസി കിടപ്പിലായി, അയാൾക്ക് പറ്റാവുന്ന ഒരു ജോലി അയാൾ കേൾപ്പിച്ച് അയാൾ അഭിമാനത്തോടുകൂടി ഇസ്സത്ത് നഷ്ടപ്പെടാത്ത വിധത്തിൽ അയാൾ ജീവിക്കാൻ പ്രേരിപ്പിക്കുക. എന്നാൽ കുടുംബത്തിൽ ഒരാൾ തളരുമ്പോ, കുടുംബത്തിൽ ഒരാൾ അവശനായി മാറുമ്പോ താങ്ങുകൊടുത്താൽ, ചിലപ്പോ ഭാര്യ പറയും, നിങ്ങളങ്ങനെ കൊടുത്തോളി, നിങ്ങളങ്ങനെ ചെലവഴിച്ചോളി, നിങ്ങളെ മക്കള് വലുതാവാണ് എന്നൊക്കെ പറയും. കൊടുക്കുന്നതിനെ പിടിച്ചു വെക്കാൻ പല കരങ്ങളും ഉണ്ടാകും, നൽകുന്നതിനെ പിടിച്ചുകെട്ടാൻ പലരും ഉണ്ടാകും. തട്ടിമാറ്റി കുടുംബ ബന്ധം നിങ്ങൾ ചേർത്തോ, നിങ്ങൾക്ക് ദീർഘായുസ് തരുമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റിസ്ക് എളുപ്പക്കാരന പല വഴികളിലൂടെയായിരിക്കും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. 11ാമത്തെ കാര്യം ഇഖ്ബാലുല്ലാഹ്, അള്ളാഹു അതിനെ സ്വീകരിക്കുമെന്നതാണ്. ഇസ്തിഗ്ഫാർ അള്ളാഹു സ്വീകരിക്കും. അലൽ മുസ്തഗ്ഫിരി, ഇസ്തിഗ്ഫാർ നടത്തുന്നവന്റെ ഇസ്തിഗ്ഫാർ അള്ളാഹു സ്വീകരിക്കും. എന്നിട്ട് വഫർഹുഹു, അള്ളാഹുവിനൊരു സന്തോഷമുണ്ട്. എങ്ങനെ? വഫർഹുഹു ബിത്തൗബതിഹി, അവന്റെ തൗബയിലൂടെ, അവന്റെ ഇസ്തിഗ്ഫാറിലൂടെ പടച്ചവൻ ഒരു സന്തോഷം അള്ളാഹുവിനുണ്ട്. ചിരിക്കുമെന്ന് വരെ ഹദീസുണ്ട്. നമുക്ക് എങ്ങനെയെന്ന് വിശദീകരിക്കാൻ പാടില്ല, അതിന് അവകാശം നമുക്ക് തന്നിട്ടില്ല. അള്ളാഹു ചിരിക്കും എന്നുവരെ ഹദീസിൽ പ്രയോഗമുണ്ട്. എങ്ങനെ ചിരിക്കും ചോദിച്ചാൽ അത് ഇസ്ലാമെന്ന് പുറത്താണ് കാര്യമാണ്, ചോദിക്കാൻ പാടില്ല, നമുക്കറിയില്ല അതിന്റെ കൈഫിയത്ത്. അള്ളാഹ് സിംഹാസനത്തിൽ ഉപവിഷ്ടനാണ്. പണ്ഡിതന്മാരെന്താ പറഞ്ഞത്? അതിന്റെ കൈഫിയത്ത് നമുക്കറിയാത്ത കാര്യമാണ്. എന്നാൽ വൽ ഈമാനു ബിഹി വാജിബുൻ, അത് വിശ്വസിക്കൽ നിർബന്ധമാണ്. വസ്സുആലു അൻഹു ബിദ്അ, അതിനെക്കുറിച്ച് ചോദിക്കൽ ബിദ്അത്ത. കണ്ടോ? അതാ വിശ്വാസം. അള്ളാഹ് 1ാം ആകാശത്തിലേക്ക് ഇറങ്ങും. പിന്നെ അതിനെ വ്യാഖ്യാനിക്കണ്ട. ചില പണ്ഡിതന്മാര് വ്യാഖ്യാനിച്ച, അപ്പൊ അമേരിക്കയിൽ എപ്പോഴാ ഇറങ്ങുക, ഇന്ത്യയിൽ എപ്പോഴാ ഇറങ്ങുക, എപ്പോഴാ കയറുക, എത്രയോ മണിക്കൂർ വ്യത്യാസമുള്ള രാജ്യങ്ങളില്ലേ, ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ പോണ്ട. പിന്നെ വൽ ഈമാനു ബിഹി വാജിബുൻ, അള്ളാഹ് ഇറങ്ങുന്ന പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ കഴിവിൽപ്പെട്ട കാര്യമാണ്, അത് വിശ്വസിച്ചാൽ മതി. വസ്സുആലു അൻഹു ബിദ്അ, ചോദിക്കൽ തന്നെ ബിദ്അത്ത. എങ്ങനെ ഇറങ്ങുക, എങ്ങനെ കയറുക, ചോദ്യം തന്നെ ബിദ്അത്ത.
അതാ പറഞ്ഞത്. അപ്പൊ ഇവിടെയും നമ്മളത് മനസ്സിലാക്കേണ്ടത് അല്ലാഹു തആല അവന്റെ സിഫത്തായി പറഞ്ഞ ചില കാര്യങ്ങൾ അപ്പടി വിശ്വസിക്കുക എന്നതാണ്. അല്ലാഹ് സന്തോഷിക്കും. എങ്ങനെ സന്തോഷിക്കും നമുക്കറിയില്ല. അതാ മരുഭൂമിയിൽ ഒട്ടകം, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, എപ്പോഴും കേൾക്കുന്നതാ. മരുഭൂമിയിൽ ഒട്ടകപ്പുറത്തുള്ള ഭക്ഷണം പോയി, ആ ഒട്ടകം പോയപ്പോ ഭക്ഷണവും നഷ്ടപ്പെട്ടു, വെള്ളം നഷ്ടപ്പെട്ടു, മാറ്റി കൊടുക്കാനുള്ള ഡ്രസ്സ് നഷ്ടപ്പെട്ടു. ചുരുക്കി പറയാ, കേട്ടതാണ്. കുറെ കഴിഞ്ഞ് അയാൾ തളർന്ന് ഒന്നിങ്ങനെ ക്ഷീണം മാറി കണ്ണു തുറക്കുമ്പോൾ ഒട്ടകത്തെ കാണാനല്ല, ഒട്ടകം എവിടെയോ പോയി. അയാൾ ഇനി ഒരു രക്ഷയില്ല. കാരണം നടന്നെത്താവുന്ന ദൂരത്തൊന്നല്ല അയാൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തിട്ടുള്ളത്. അയാൾ വീണ്ടും തളർന്നു. ആ തളച്ചക്കടയിൽ കുറെ സമയത്തിനിടയിൽ അയാളൊന്ന് കണ്ണു തുറന്നിക്കുമ്പോ സ്വപ്നം കാണുന്നത് പോലെ ഒട്ടകം മുന്നിലുണ്ട്. അയാൾക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. അയാൾ ക്ഷീണമൊക്കെ മറന്ന് ചാടി എണീറ്റ് ഒട്ടകത്തിന്റെ കയറ് പിടിച്ചിട്ട് പറഞ്ഞു, അല്ലാഹുവേ അൻത അബ്ദി, നീ എന്റെ അടിമയാണ്, വ അന റബ്ബുക്, ഞാനാ നിന്റെ റബ്ബ്. നിന്റെ ഖുത്ബയിൽ തെറ്റിയതല്ല, അയാൾക്ക് തെറ്റിയതാ. നിന്റെ ഖുത്ബയിൽ തെറ്റിയതല്ല, അയാൾക്ക് തെറ്റിയതാ. അയാൾ എന്താ പറഞ്ഞ് സന്തോഷം കൊണ്ട്, അല്ലാഹുവേ അൻത അബ്ദി, നീ എന്റെ അടിമയാണ്, വ അന റബ്ബുക്, ഞാനാ റബ്ബ്. എന്നിട്ട് നബി പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇത് ഈ മനുഷ്യന് തെറ്റിയത് ബിശിദ്ദത്തിൽ ഫർഹ്, സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് തെറ്റിപ്പോയതാ. നമ്മൾ ചിലപ്പോ വീട്ടിൽ നടക്കുന്ന ഒരു സന്തോഷ വാർത്ത കേൾക്കുമ്പോൾ വാക്ക് കിട്ടൂല, ദുഃഖം കൂടിയാൽ വാക്ക് കിട്ടൂല. ഇതൊക്കെ മനുഷ്യനുണ്ടാവുന്നതാ. ഇയാൾ എന്നിട്ട് എന്തിനാ പ്രവാചകൻ പറഞ്ഞത്? ഇങ്ങനെ സംഭവിച്ചത് ഞാൻ വിശദീകരിച്ചു തന്നപ്പോ നിങ്ങളുടെ മനസ്സ് അയാളുടെ സന്തോഷത്തിൽ നിങ്ങൾ എത്രത്തോളം തോന്നുന്നുണ്ട് എങ്കിൽ ഇതിനേക്കാൾ എത്രയോ ഇരട്ടി സന്തോഷമാണ് തെറ്റ് ചെയ്ത അടിമ അല്ലാഹുവേ എനിക്ക് നീ മാപ്പ് നൽകണേ എന്ന് പറയുമ്പോ അല്ലാഹുവിനുണ്ടാകുന്ന സന്തോഷം. അത് പറയാനായി കഥ പറഞ്ഞത്. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുവാനുള്ള പരിശ്രമം നമ്മളെല്ലാവരും നടത്തുക. സർവശക്തനായ അല്ലാഹു എന്നെയും നിങ്ങളെയും ചിന്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിൽ 2-3 കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. 12ാമത്തെ കാര്യം, വഇദാ മാത തലഖത്തുഹുൽ മലായികതു ബിൽ ബുശ്റാ മിർ റബ്ബിഹി. മരിപ്പിക്കുമ്പോ ഇസ്തിഗ്ഫാർ ധാരാളമായി ചെയ്ത ആളുകളാണെങ്കിൽ ഒരു മുടക്കില്ല കൂട്ടരെ. അതാണ് ഏറ്റവും പ്രത്യേകത. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ എന്തെങ്കിലും മുടക്കുണ്ടോ? ഒരു ഡ്രൈവറാണ്, ആ ഡ്രൈവിംഗിന്റെ ഇടയിൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞൂടെ? ചെയ്ത കുറ്റങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് പുറത്തുണ്ട് അല്ലാഹ് എന്ന് പറഞ്ഞൂടെ? മുടക്കുണ്ടോ? അതിന് ഭംഗി നോക്കുന്നുണ്ടോ? ആ ശരീരത്തിന്റെ ആ തടി കുറവും കൂടുതലും നോക്കുന്നുണ്ടോ? സമ്പത്ത് നോക്കുന്നുണ്ടോ? ഒന്നുമില്ല. അള്ളാഹുവിന്റെ മുന്നിലേക്ക് എല്ലാ അടിമകളും തുല്യരാണ്. ഒരു മുടക്കില്ല എന്നുള്ള അതിന്റെ പ്രത്യേകത. അത് ചെയ്താൽ ഒരു മനുഷ്യൻ മരിക്കുകയാണ്, അപ്പോ തലഖത്തുഹുൽ മലായികതു ബിൽ ബുശ്റാ മിർ റബ്ബിഹി. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ച ഒരാളാണെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള സന്തോഷ വാർത്ത അതും പറഞ്ഞുകൊണ്ടാണ് മലക്കുകൾ അവനെ കണ്ടുമുട്ടുക. അങ്ങനെ മരിപ്പിക്കുക ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ച ആളെ. 13ാമത്തെ കാര്യം, ഇദാ കാന യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ കാന നാസു ഫിൽ ഹർരി വൽ അറഖ്, ആളുകളൊക്കെ കടുത്ത ചൂടിലും കടുത്ത വിയർപ്പിലും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ പ്രയോഗിച്ചത് ചില ആളുകളുടെ വിയർപ്പ് ഈ നെരിയാണി വരെ, ചില വിയർപ്പ് മുട്ടുകാല് വരെ, അതൊക്കെ ഹദീസിൽ വേറെ വേറെ പ്രയോഗിച്ചിട്ടുണ്ട്. ചില ആളുകളുടെ വിയർപ്പ് ഊര വരെ, നെഞ്ചു വരെ, കഴുത്തു വരെ, ഇങ്ങനെ അവന്റെ മൂക്കും വായൊക്കെ വിയർപ്പിൽ മുട്ടിപ്പോകുന്നത് പോലെ ബാലൻസ് തെറ്റും. അത്ര വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുമ്പോഴാണ് മനുഷ്യൻ പറയാ, സ്വർഗ്ഗാണെങ്കിൽ സ്വർഗ്ഗം, നരകാണെങ്കിൽ നരകം, ഒന്ന് വിചാരണ തുടങ്ങിയാൽ മതി എന്ന് മനുഷ്യൻ പറഞ്ഞു പോകുന്ന സമയമാണ്. ഇനി അവിടെ കുബ്രയായ ഷഫാഅത്ത് നടക്കണമൊക്കെ ഉണ്ട്, അവിടേക്ക് ഇപ്പൊ പോകുന്നില്ല. ഇത് ഈ പറയുന്നത് എന്താണ്? ഇദാ കാന യൗമുൽ ഖിയാമ കാന നാസു ഫിൽ ഹർരി വൽ അറഖ്, മനുഷ്യൻ ചൂടിലും വിയർപ്പിലുമായി ഖിയാമത്ത് നാളിൽ നിൽക്കുമ്പോ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചവനെ വഹുവ ഫീ ളില്ലിൽ അർശ്, അല്ലാഹു തആല അർശിന്റെ തണലിട്ട് അവനെ ആദരിക്കും. ഇദൻ സറഫ الناس من الموقف كان المستغفر من اهل اليمين مع اولياء الله المتقين. 14ാമത്തെ കാര്യം, അങ്ങനെ അല്ലാഹുവിന്റെ വിചാരണ നാളിൽ ഈ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ച ആളുകൾ, എല്ലാ ആളുകളും ഇങ്ങനെ വിഭ്രാന്തിയോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചിതറി മാറുമ്പോ, പ്രിയപ്പെട്ടവരെ, ഇവർ മിൻ അഹ്ലിൽ യമീൻ, വലതുപക്ഷത്തിന്റെ ആളുകളുടെ കൂടെയായിരിക്കും. മഅ ഔലിയാഇല്ലാഹിൽ മുത്തഖീൻ, തഖ്വയുള്ള മുത്തഖീങ്ങളായ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ അവർക്ക് സ്ഥാനം കിട്ടും. അപ്പൊ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ കിട്ടുന്ന 14ഓളം ഗുണങ്ങളെയാണ് ഈ ഖുത്ബയിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ ഓരോ ഹെഡിങ്ങുകളും പണ്ഡിതന്മാർ ആയത്തുകളെയും ഹദീസുകളെയും വെച്ച് വിശദീകരിച്ച ഓരോ ഹെഡിങ്ങുകളെയും
ഓരോ ഖുതുബയായി പറയേണ്ടതാണ്. ചിന്തിക്കണേ, ആലോചിക്കണേ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഇതിന് യാതൊരു മുടക്കില്ല, യാതൊരു പ്രയാസമില്ല. പടച്ചവരെ എനിക്ക് പുറത്തുണ്ടാന്ന് പറയാൻ അതിന് അഹങ്കാരമില്ലാത്ത മനസ്സുണ്ടായാൽ മതി. അഹങ്കാരമില്ലാത്ത മനസ്സുണ്ടായാൽ മതി. എന്നെ സൃഷ്ടിച്ച, എന്നെ പരിപാലിക്കുന്ന, എന്നെ പോറ്റി വളർത്തുന്ന, എന്റെ ഹൃദയത്തിന്റെ തുടിപ്പും മിടിപ്പും അറിയുന്ന പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ഇന്ന് രാത്രി ആരുടെയൊക്കെ മരണമുണ്ടാകുമെന്ന്, ഈ അടുത്ത സെക്കൻഡിൽ ആരുടെയൊക്കെ മരണമുണ്ടാകുമെന്ന്, നമുക്കൊക്കെ എത്ര കാലം ജീവിക്കാൻ പറ്റുമെന്നറിയുന്ന ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ മുന്നിലേക്ക് അഹന്തയില്ലാതെ, അഹങ്കാരമില്ലാത്ത ഹൃദയവിശാലതയോടുകൂടി ഒന്ന് കണ്ണു നനച്ച് ചുണ്ടുകൾ വിതുമ്പി ഗദ്ഗദമായി ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് കൈ ഉയർത്താൻ പറ്റുന്ന സുന്നത്തായ നമസ്കാരങ്ങൾ കഴിഞ്ഞുള്ള സന്ദർഭങ്ങളിൽ ഒന്ന് കൈ ഉയർത്തി കണ്ണുകൾ നനഞ്ഞ്, പ്രിയപ്പെട്ടവരെ, ആ കണ്ണുനീര് ചാലിട്ടടിയി, റബ്ബേ നിന്റെ മുമ്പിലല്ലാതെ ആരുടെ മുമ്പിലാണ് ഞാൻ കരയുന്നത്? ഈ കണ്ണീരിന് പകരമായി, എന്റെ വിതുമ്പലിന് പകരമായി, എന്റെ ക്ലേശവും ദുഃഖവുമെല്ലാം നിന്റെ മുമ്പിലേക്ക് വെച്ചതിന് പകരമായി, റബ്ബേ നീയല്ലാതെ പരിഹരിക്കാൻ ആരുമില്ല. എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ സകലമാന തെറ്റുകുറ്റങ്ങൾക്കും പടച്ചവനെ മാപ്പ് തരാൻ നീയല്ലാതെ മറ്റാരുമില്ല. ഞാനിതാ കരങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത്, ഉയർത്തിയ കരങ്ങളെ സിഫ്രാക്കി മടക്കാൻ, ശൂന്യമാക്കി മടക്കാൻ നിനക്ക് നാണമാണ് എന്നാണ്. റബ്ബേ ആരും കാണാനില്ല. പാതിരാത്രിയിൽ എല്ലാവരും ഉറങ്ങി. ഈ പുലർച്ചെയാകുന്ന സമയത്ത് ബാങ്കിന്റെ 1 മണിക്കൂർ മുമ്പ് 4 മണിക്കും 4:30ക്കും എഴുന്നേറ്റ് റബ്ബേ മുസല്ല വിരിച്ച് 3 റക്അത്ത് നമസ്കരിച്ച് നിന്റെ മുമ്പിൽ കരയുന്നത്, റബ്ബേ ആരും കാണാനില്ല, കേൾക്കാനില്ല. ഹൃദയത്തിനുള്ളിൽ നിന്ന് വരുന്ന തേട്ടമാണ്. പുറത്തുകൊണ്ട് അല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല സ്വീകരിക്കാതെ പോവില്ല. എന്നെ അഹങ്കാരമില്ലാത്തൊരു മനസ്സ് വേണം. കടലിൽ നിൽക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ തെറ്റുപറ്റി ആ വലിപ്പുന്നൊരു 500 രൂപ എടുത്തിട്ടുണ്ട് കേട്ടോ. നാണം എല്ലാം മാറ്റിവെച്ചിട്ട്, നാണൊക്കെ മാറ്റിവെച്ചിട്ട് ആ യജമാനോട് പറയാൻ, ബോസിനോട് പറയാ, എന്റെ അത്ര മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്, നിങ്ങളെ വലിപ്പന്ന് പോക്കറ്റിൽ നിന്ന് 500 എടുത്തിട്ടുണ്ട്, ഇതാ തിരിച്ചു തരികയാണ്, തെറ്റാണ്. അയാൾക്ക് ഇഷ്ടം കൂടെയുള്ളൂ, അയാൾക്ക് ഇഷ്ടം കൂടെയുള്ളൂ. മനസ്സിലായില്ലേ? അള്ള പറയാണ്, അങ്ങനെ ഒരു മനുഷ്യനോട് നമുക്ക് എത്ര ചോദിക്കാൻ പറ്റും? അതിനൊരു പരിധിയുണ്ട്. അള്ളാഹു ചോദിക്കുന്തോറും ഇഷ്ടം കൂടെയാണ്. സംഭവിച്ചത് അള്ളാന്റെ മുമ്പിൽ പറയും തോറും ഇവനൊക്കെ എത്ര വട്ടം ചെയ്തതാ, അത് മനുഷ്യന്റെ വാക്കാ. പക്ഷെ അള്ളാഹ്ക്ക് ഇഷ്ടം കൂടുകയ്യ. ചോദിക്കുന്തോറും ഇഷ്ടം കൂടും. നിങ്ങൾ അള്ളാഹുവിലേക്ക് നടന്നാൽ ഞാൻ നിങ്ങളിലേക്ക് ഓടും. അതല്ല പറഞ്ഞാൽ, നിങ്ങൾ എന്നിലേക്ക് നടന്നാൽ ഞാൻ നിങ്ങളിലേക്ക് ഓടും. നിങ്ങൾ എന്നിലേക്ക് ഒരു ചാണെടുത്താൽ ഞാൻ നിങ്ങളിലേക്ക് ഒരു മുഴമെടുക്കും. നിങ്ങൾ എന്നിലേക്ക് ഒരു മുഴമെടുത്താൽ ഞാൻ നിങ്ങളിലേക്ക് ഒരു മാറെടുക്കും. നിങ്ങൾ എന്നിലേക്ക് നടക്കാൻ തീരുമാനിച്ചാൽ ഞാൻ നിങ്ങളിലേക്ക് ഓടും എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് വെറുപ്പില്ല, അള്ളാഹ്ക്ക് ഒരു മടിയില്ല, തളർച്ചല്ല, ക്ഷീണമില്ല. എത്ര കാലായോ ഇത് പറയുന്നു? ഇല്ല. അള്ളാഹു തരും. എത്ര തരാനും അവന്റെ ഖജനാവിൽ എത്രയോ ഉണ്ട്, കണക്കില്ലാത്തതുണ്ട്. തരാൻ അവൻ എല്ലാ നിലക്കും യോഗ്യനാണ്. ഇത് ചോദിക്കാൻ തയ്യാറാവുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മെ പരിഗണിച്ച് അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹുവെ ഞങ്ങൾക്ക് പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടുകുടുംബ ബന്ധുമിത്രാദികളിൽ അസുഖമായി കിടക്കുന്നവർക്ക് നീ ശമനം നൽകണേ അല്ലാഹ്. അള്ളാഹുവേ രാപ്പകൽ വ്യത്യാസമില്ലാതെ നിന്റെ മുന്നിലേക്ക് ഞങ്ങൾ കരങ്ങൾ ഉയർത്തിയിട്ടുണ്ട്, തൗബ ചെയ്തിട്ടുണ്ട്, ഇസ്തിഗ്ഫാർ നടത്തിയിട്ടുണ്ട്. നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഇസ്തിഗ്ഫാർ നീ സ്വീകരിച്ചവർക്ക് കിട്ടാവുന്ന ലാഭങ്ങളെ കുറിച്ച് കേട്ടപ്പോൾ അത് ലഭിക്കുന്ന നിന്റെ ഇഷ്ടദാസന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. നീ തന്ന സ്വത്ത് നിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ, നിന്റെ മാർഗത്തിൽ കൊടുക്കാൻ, വിനിയോഗിക്കാനുള്ള വിശാലമായ മനസ്സ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. സാന്ദർഭികമായിട്ട് പറയാണ്, നമ്മളെ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ പണി എല്ലാ കുത്തുബലും ഇങ്ങനെ കലക്ഷനെ കുറിച്ച് പറയല്ല. ടോയ്ലറ്റ് ബ്ലോക്കിന്റെ പണി നമുക്ക് ആരംഭിക്കേണ്ടതുണ്ട്. കുറച്ച് ആളുകളൊക്കെ ഓഫർ നൽകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് മിനിമം ഒരു 13 ലക്ഷം രൂപയെങ്കിലും അതിന് വേണം. ഏറ്റവും മിനിമം. ചൂടി ഭംഗിയാക്കണമെങ്കിൽ അതിന് മുകളിൽ വേണം, ഏറ്റവും മിനിമം. അപ്പൊ ഇവിടെ എത്തിയ ഓഫറുകൾ വളരെ ചെറിയ പൈസയായിട്ടുള്ളൂ, 2-3 ലക്ഷത്തിലേക്ക് അടുക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടാത്ത ആളുകളൊക്കെ ഇടപെട്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വേഗം അതിന്റെ പണി ആരംഭിക്കേണ്ടതുണ്ട് എന്ന കാര്യം കൂടി ഈ സന്ദർഭത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ്. ഇന്ന് തരണമെന്നല്ല, നമുക്ക് ആ പണി ധൈര്യത്തോടുകൂടി തുടങ്ങാനുള്ള നമ്മുടെ ഒരു മനസ്സ് സമ്മതിക്കുന്ന വിധത്തിലേക്ക് നിങ്ങളുടെ പോക്കറ്റും മനസ്സും ഒക്കെ അറിയുന്ന ഓഫറുകൾ ഇവിടെ എത്തിയാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ അതിന്റെ പണി ആരംഭിക്കും.
നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഫലസ്തീനിന്റെ മണ്ണിൽ നിന്നും വേദനിക്കുന്നവർ, അള്ളാഹു അവർക്ക് നീ ആശ്രയം നൽകണേ. അള്ളാഹ്, യുദ്ധഭീതിയിൽ ലോകത്തിന്റെ നാനാഭാഗത്ത് മനുഷ്യർ നിൽക്കുമ്പോൾ അള്ളാഹുവേ, സർവ്വ യുദ്ധഭീതിയിൽ നിന്നും രക്ഷപ്പെടുത്തി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ. അള്ളാഹുവേ, എക്കാലഘട്ടത്തിലും ഇസ്ലാമിന്റെ ശത്രുക്കളായ ജൂതലോബികൾ, അതുപോലെ തന്നെ ഷിയായിസം ഇതൊക്കെ പഠനവിധേയമാക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാ ശർറിൽ നിന്നും അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏത് രാജ്യമാണെങ്കിലും ഒരു കുറ്റവും ചെയ്യാതെ ഒരു വിധത്തിലും തിരിച്ചക്രമിക്കാത്തവരെ, ദുർബലരായ മനുഷ്യരെ വെറുതെ ആക്രമിക്കുന്ന അമേരിക്കയുടെയും ജുദായിസത്തിന്റെയും തോന്നിവാസങ്ങൾ അല്ലാഹു തആല ഈ ഭൂമിയിൽ വെച്ച് ഇല്ലായ്മ ചെയ്ത് മനുഷ്യലോകത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ربنا تقبل منا إنك أنت السميع العليم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين.